ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ചട്ട എടുത്തിട്ടുണ്ട്. ഒരു കട്ടിയുള്ളൊരു നോട്ട്ബുക്കിൻ്റെ ചട്ട, അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഒരു റൗണ്ടിൻ്റെ ഹാഫ് വരക്കുന്നുണ്ട്. പിന്നെ അതിന് താഴത്തായിട്ട് ഇതുപോലെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ആ A4 ഷീറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് സ്കെച്ച് പെന്നാണ്. അപ്പോൾ സ്കെച്ച് പെന്ന് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഇനി ഞാൻ ഓറഞ്ച് കളറും ഗ്രീൻ കളറും സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കയ്യിൽ പെയിൻറ്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അതെടുക്കാം, കളർ പേപ്പർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പെയിൻറ്റും കളർ പേപ്പറും ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇതാ ഗ്രീൻ കളർ വെച്ചിട്ട് നമുക്കതിൻ്റെ താഴ്ഭാഗത്തും കളർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതാ ഇതുപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് അശോകചക്രം വരച്ചു കൊടുക്കണം. അപ്പം ഞാനിത് അവിടെ ഗ്ലൂവിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് റൗണ്ട് വരക്കണത്. അപ്പോൾ ഇതിനുള്ളിൽ പാകമായിട്ടുള്ള എന്തെങ്കിലും അടപ്പോ കോമ്പസോ ഒക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ട് വരച്ചെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കണം. പിന്നെ ഞാനിതാ ഇതുപോലത്തെ ഒരു അലാസ്റ്റിക്കിൻ്റെ നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ചിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പീസ് എടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റാപ്ലർ വെച്ചിട്ട് അത് ഇതുമൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള നൂലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാ നൂല് നമ്മുടെ തലമേൽ വെച്ച് നോക്കിയിട്ട് പാകത്തിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് കെട്ടിക്കൊടുത്താലും മതി. അപ്പോൾ തന്നെ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബാഡ്ജാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതുപോലെ കട്ടിയുള്ളൊരു കടലാസ് തന്നെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു വള വെച്ചിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ വൈറ്റ് പേപ്പർ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാനിതുപോലെ 2 ലൈൻസ് വരച്ചിട്ട് ഈക്വലായിട്ടുള്ള 3 കോളങ്ങൾ വരക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് നേരത്തെ പോലെ തന്നെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കളറൊക്കെ ചെയ്തിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി വൈറ്റ് പേപ്പറിൽ നിന്ന് ഇതുപോലെ നീളത്തിലുള്ള ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ പേപ്പറിൽ ഇതുപോലെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം കളർ ചെയ്ത് കൊടുത്തിട്ടില്ല, അവിടെ നമുക്ക് ഒട്ടിക്കുമ്പോൾ കാണില്ല, അതുകൊണ്ടാണ്. ഇനി അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റിബൺ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക, കളർ പേപ്പർ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്കെച്ച് പെന്ന് വെച്ചിട്ട് കാണിക്കുന്നത്.
ഇനി ഈ പേപ്പറിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഞാൻ ഇതുപോലെ ഒരു പിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ഇതിൻ്റെ ബാക്കിലൊന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കണത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മുടെ ബാഡ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഡ്രസ്സിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ വൈറ്റ് പേപ്പറും സ്കെച്ചും യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 2 ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റാണ് ഞാനിവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.